എല്ലാവർക്കും നമ്പർ കോർണർ കോച്ചിങ്ങിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ +1 ഫിസിക്സിലെ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആണ്. ആദ്യം നമുക്ക് ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ എന്താണെന്ന് നോക്കാം. ഹീറ്റ് ഈസ് ദ ഫോം ഓഫ് എനർജി ട്രാൻസ്ഫേർഡ് ബിറ്റ്വീൻ 2 or more systems or a system and its surroundings by virtue of temperature difference. The SI unit of heat energy transferred is expressed in Joule, while SI unit of temperature is Kelvin and degree Celsius. Heat is the form of energy transferred between 2 or more systems. Heat എന്ന് പറയുന്നത് ഒരു എനർജി ഫോം ആണ്. അത് രണ്ടോ അതിൽ കൂടുതലോ സിസ്റ്റംസ് തമ്മിലുള്ള കൈമാറ്റമാണ്. ആ ഒരു ട്രാൻസ്ഫറിന് കാരണമാകുന്നത് അവർ തമ്മിലുള്ള ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. ഹയർ ടെമ്പറേച്ചറിൽ ഉള്ള ബോഡിയിൽ നിന്നും ലോ ടെമ്പറേച്ചർ ഉള്ള ബോഡിയിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ടാവും. The SI unit of heat energy transferred is in Joule. ഹീറ്റ് എനർജിയുടെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾ ആണ്. അതുപോലെ ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് കെൽവിൻ ആണ്. ഡിഗ്രി സെൽഷ്യസും ഉപയോഗിക്കാറുണ്ട്. ഇതിന് താഴെ തന്നിരിക്കുന്ന ഈ ഒരു ഇക്വേഷൻ TF - 32 ഡിവൈഡഡ് ബൈ 180 ഈസ് ഈക്വൽ ടു TC/100. നമുക്കറിയാം, നമ്മൾ ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്നതാണ്, നമുക്ക് ടെമ്പറേച്ചറിനെ ഫാരൻഹീറ്റ് ആയിട്ടും ഡിഗ്രി സെൽഷ്യസ് ആയിട്ടും ഡിനോട്ട് ചെയ്യാം. അപ്പം ഡിഗ്രി സെൽഷ്യസിനെ ഫാരൻഹീറ്റ് ആക്കാനും ഫാരൻഹീറ്റിനെ ഡിഗ്രി സെൽഷ്യസ് ആക്കാനും ഇക്വേഷൻസ് ഉണ്ട്. 9/5, 5/9 എന്നൊക്കെ പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ആ ഇക്വേഷനിലും എളുപ്പത്തിൽ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നത് ഈ ഒരു ഇക്വേഷനാണ്. കാരണം ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഫാരൻഹീറ്റ് ടെമ്പറേച്ചറും സെൽഷ്യസ് ടെമ്പറേച്ചറിനെയും ഒരേ സമയത്ത് നമുക്ക് ഇവിടെ ആ ഒരു ഇക്വേഷനകത്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഓർത്തിരുന്നാൽ നമുക്ക് ഇപ്പം ഫാരൻഹീറ്റ് തന്നാൽ സെൽഷ്യസ് കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ടായിരിക്കും, സെൽഷ്യസിൽ തന്നാൽ ഫാരൻഹീറ്റിലേക്ക് മാറ്റാൻ എളുപ്പമുണ്ടായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആണ്. അതിൽ 3 എണ്ണമാണ് ഉള്ളത്: ലീനിയർ എക്സ്പാൻഷൻ, പിന്നെ ഏരിയ എക്സ്പാൻഷൻ, അതുപോലെ തന്നെ വോളിയം എക്സ്പാൻഷൻ. അപ്പോൾ ഈ ഒരു എക്സ്പാൻഷൻ ഇൻ ലെങ്ത് ഈസ് കോൾഡ് ലീനിയർ എക്സ്പാൻഷൻ. നീളത്തിൽ ഉണ്ടാവുന്ന കൂടുതലാണ് ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഏരിയയിൽ ഉണ്ടാവുന്ന കൂടുതലാണ് ഏരിയ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. വോളിയത്തിൽ ഉണ്ടാവുന്ന കൂടുതലാണ് വോളിയം എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 3 എക്സ്പാൻഷനെ റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. നമുക്ക് ആ ഒരു ഇക്വേഷനിലേക്ക് കടക്കാം. ആ ഒരു ഇക്വേഷൻ ഇതാണ്. നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാവുന്ന പോലെ 3 എക്സ്പാൻഷനെ നമ്മൾ ഈ ചിത്രത്തിൽ ഡിനോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചിത്രത്തിൽ നമുക്ക് ഈ 3 എക്സ്പാൻഷന്റെ ഇക്വേഷൻസ് കാണാം. അപ്പോൾ നമുക്ക് ആദ്യം തൊട്ട് നോക്കാം. ലീനിയർ എക്സ്പാൻഷൻ. ലീനിയർ എക്സ്പാൻഷന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ ഈസ് ഈക്വൽ ടു ആൽഫ എൽ ഡെൽറ്റ ടി. ഇതിൽ ഡെൽറ്റ എൽ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ലെങ്ത് ആണ്. എൽ എന്ന് പറയുന്നത് ഇനീഷ്യൽ ലെങ്ത് ആണ്. ഈ ആൽഫ എൽ എന്ന് പറയുന്നതാണ് നമ്മുടെ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ ഓരോ ഒബ്ജക്റ്റിനും ഡിഫറെന്റ് ആയിരിക്കും. അത് നമുക്ക് ഒന്നെങ്കിൽ പരീക്ഷയ്ക്ക് തരും, അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാനായിരിക്കും ചോദിക്കുക. ഡെൽറ്റ ടി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. അതുപോലെ ഏരിയ എക്സ്പാൻഷനിലേക്ക് വന്നു കഴിയുമ്പോൾ അതിന്റെ ഇക്വേഷൻ ഇങ്ങനെയാണ് നൽകുക: ഡെൽറ്റ എ ബൈ എ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ആൽഫ എൽ ഇൻറ്റു ഡെൽറ്റ ടി. ഡെൽറ്റ എ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഏരിയയാണ്. എ എന്ന് പറയുന്നത് ഇനീഷ്യൽ ഏരിയയാണ്. ആൽഫ എൽ എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ തന്നെയാണ്. ഈ കാണുന്ന നമ്മൾ ആദ്യം കണ്ട ലീനിയർ എക്സ്പാൻഷന്റെ അതേ ആൽഫ എൽ തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. പക്ഷേ ആ ഒരു ആൽഫ എൽ ഇൻറ്റു ഡെൽറ്റ ടിനെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് പറയാം കോഎഫിഷ്യന്റ് ഓഫ് ഏരിയ എക്സ്പാൻഷൻ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. അതാണ് ഈ താഴെ നൽകിയിരിക്കുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി വോളിയം എക്സ്പാൻഷനിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ വോളിയം എക്സ്പാൻഷന്റെ ഇക്വേഷൻ ഇങ്ങനെയാണ് നൽകുക: ഡെൽറ്റ വി ബൈ വി ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു ആൽഫ എൽ ഇൻറ്റു ഡെൽറ്റ ടി. അതിലെ ആൽഫ വി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അപ്പം കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ. അപ്പോൾ ഈ ഒരു 3 എക്സ്പാൻഷന്റെയും റേഷ്യോ എടുക്കുകയാണെങ്കിൽ അതിന്റെ കോഎഫിഷ്യന്റ് ഓഫ് എക്സ്പാൻഷന്റെ റേഷ്യോ എടുക്കുകയാണെങ്കിൽ നമുക്ക് 1:2:3 എന്ന് കിട്ടും. കാരണം
ഏരിയ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ലീനിയർ എക്സ്പാൻഷന്റെ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതും വോളിയം എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ലീനിയർ എക്സ്പാൻഷന്റെ കോഎഫിഷ്യന്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതുമാണ്. അപ്പോൾ നമുക്കിനി ഇതുമായി ഇതിന്റെ അടുത്ത ഭാഗത്തിലേക്ക് പോകാം. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഹീറ്റ് കപ്പാസിറ്റി ആണ്. അപ്പോൾ ഹീറ്റ് കപ്പാസിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. The change in temperature of a substance when a given quantity of heat is absorbed or rejected by it is characterized by a quantity called the heat capacity of that substance. We define heat capacity S of a substance as S is equal to dq divided by dt. ഹീറ്റ് കപ്പാസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ആ ഒരു സബ്സ്റ്റൻസിൽ ഉണ്ടായ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആണ്. എപ്പോഴാണ് ആ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഉണ്ടാവുക? ആ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഉണ്ടാവുക ഒരു ഹീറ്റ് എ സ്പെസിഫിക് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ഈസ് അബ്സോർബ്ഡ് ഓർ റിജക്റ്റഡ് ബൈ ഇറ്റ്. ഒന്നെങ്കിൽ ആ ഒരു സബ്സ്റ്റൻസ് ഹീറ്റിനെ അബ്സോർബ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റ് ഹീറ്റിനെ റിജക്റ്റ് ചെയ്യണം. ഹീറ്റിനെ അബ്സോർബ് ചെയ്യുമ്പോൾ അതിന്റെ ടെമ്പറേച്ചർ കൂടും, ഹീറ്റിനെ റിജക്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ ടെമ്പറേച്ചർ കുറയും. അങ്ങനെ ആ ഒരു ചേഞ്ച് ഇൻ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ് എന്ന് വിളിക്കുക. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് S ഈസ് ഈക്വൽ ടു dq ഡിവൈഡഡ് ബൈ dt എന്നാണ്. dq എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഹീറ്റ് എനർജിയും dt എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചറുമാണ്. Where dq is the amount of heat supplied to the substance to change its temperature from T to T plus dt. dt എന്ന് പറയുന്നത് ഡെൽറ്റ ടി എന്ന് പറയുന്ന ഒന്ന് തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആണ്. The specific heat capacity is the property of a substance which determines the change in temperature of the substance undergoing no phase change when a given quantity of heat is absorbed or given off by it. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരു സബ്സ്റ്റൻസിന്റെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചറിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അതിൽ ഒരു ഫേസ് ചേഞ്ചും അതിനുണ്ടാവുന്നില്ല എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അത് ഹീറ്റ് അബ്സോർബ് ചെയ്യുകയോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യുകയോ ചെയ്യണം ആ ഒരു ഒബ്ജക്റ്റ്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് അതിങ്ങനെയാണ്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയെ നമുക്ക് മാസിന്റെ ടേംസിലും നമ്പർ ഓഫ് മോൾസിന്റെ ടേംസിലും എഴുതാം. അപ്പോൾ മാസിന്റെ ടേംസിൽ എഴുതുമ്പോൾ അതിന്റെ ഇക്വേഷൻ ഇങ്ങനെയാണ് വരിക. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സിമ്പൽ എന്ന് പറയുന്നത് സ്മോൾ എസ് ആണ്. സ്മോൾ എസ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എസ് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദ ഒബ്ജക്റ്റ് എന്നാണ്. ഈ ക്യാപിറ്റൽ എസ് എന്ന് പറയുന്നത് എന്താണ്? ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ദ സബ്സ്റ്റൻസ് ആണ്. എം എന്ന് പറയുന്നത് മാസ് ഓഫ് ദ സബ്സ്റ്റൻസ്. അപ്പോൾ നമ്മൾ കണ്ടു ഈ എസിനെ നമുക്ക് dq ബൈ dt എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ എസിന് പകരം dq ബൈ dt എന്ന് എഴുതാം. dq ബൈ dt ഡിവൈഡഡ് ബൈ എം. അപ്പോൾ അതിന്റെ റെസിപ്രോക്കലൊക്കെ എടുത്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് 1/m ഇൻറ്റു dq ബൈ dt എന്നാണ്. അപ്പോൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയുടെ ഈ ഒരു ഇക്വേഷൻ മാസിന്റെ ടേംസിലാണ് വന്നിരിക്കുക. ഇനി മോൾസിന്റെ ടേംസിലേക്ക് ഇതിനെ മാറ്റുമ്പോൾ എങ്ങനെയാണ് ഇക്വേഷൻ വരിക എന്ന് നമുക്ക് നോക്കാം. മോൾസിന്റെ ടേംസിലേക്ക് മാറ്റുമ്പോൾ ഇക്വേഷൻ ഇങ്ങനെയാണ് വരിക. നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നതിന്റെ സിമ്പിളായിട്ട് നമുക്ക് തൽക്കാലം മ്യൂ എന്നെടുക്കാം. അങ്ങനെയാണ് ടെക്സ്റ്റ് ബുക്കിലൊക്കെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു മ്യൂ എന്നെടുക്കാം. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി നമ്മൾ സി എന്നത് കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. സി ഈസ് ഈക്വൽ ടു ഹീറ്റ് കപ്പാസിറ്റി എസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് മ്യൂ. ഇവിടെയും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വരുന്നില്ല. ഇക്വേഷൻ ഇങ്ങനെ വരും 1/μ ഇൻറ്റു dq ബൈ dt എന്ന് വരും. അടുത്തത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ഗ്യാസസിനെ പറ്റിയുള്ള പോയിന്റ്സുകളാണ് പറയുക. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. However, in connection with the specific heat capacity of gases, additional conditions may be needed to define the specific heat capacity. In this case, heat transfer can be achieved by keeping either pressure or volume as constant. If the gas is held under constant pressure during the heat transfer,
then it is called the molar specific heat capacity at constant pressure and is denoted by Cp. On the other hand, if the volume of the gas is maintained during the heat transfer, then the corresponding molar specific heat capacity is called molar specific heat capacity at constant volume and is denoted by Cv. എന്താണ് ഈ ഒരു സെന്റൻസുകൾ കൊണ്ട് അർത്ഥമാക്കുന്നത് നമുക്ക് നോക്കാം. അതായത് ഗ്യാസുകളുടെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഒന്നെങ്കിൽ നമ്മൾ അതിന്റെ പ്രഷർ കോൺസ്റ്റന്റ് ആക്കി നിർത്തുക, എന്നിട്ട് ഹീറ്റ് ട്രാൻസ്ഫർ നടത്തുക. അല്ലെങ്കിൽ അതിന്റെ വോളിയം കോൺസ്റ്റന്റ് ആക്കി നിർത്തുക, എന്നിട്ട് ഹീറ്റ് ട്രാൻസ്ഫർ നടത്തുക. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നടത്തിയാൽ മാത്രമേ നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ അച്ചീവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മൾ അതിന്റെ പ്രഷറാണ് കോൺസ്റ്റന്റ് ആയിട്ട് വെക്കുക എന്നുണ്ടെങ്കിൽ അപ്പോൾ അതിനെ വിളിക്കുന്ന പേര് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. കോൺസ്റ്റന്റ് പ്രഷറിലെ മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്നാണ് അതിനെ വിളിക്കുക. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക Cp എന്നാണ്. മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ഇനി നമ്മൾ വോളിയമാണ് കോൺസ്റ്റന്റ് ആക്കി വെക്കുക എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അറ്റ് കോൺസ്റ്റന്റ് വോളിയം എന്നാണ്. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക Cv എന്നും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ പോർഷൻസും കുറച്ച് ക്വസ്റ്റ്യൻസും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.